വേണുഗോപാൽ രാഹുൽ ഊരിയ നിക്കറുകളുടെ കണക്കെടുക്കുമ്പോൾ ബീഹാറിൽ കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ NDAയിലേക്ക്. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നാശത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേക്കച്ചന്റെ ഒപ്പം കൂടി കേരളത്തിൽ വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ ഊരിയ നിക്കറുകളുടെ കണക്കെടുക്കുകയും പുറത്തു കളഞ്ഞ ബീജത്തിന്റെ കണക്കുകളെടുക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുമ്പോൾ അവസരവാദിയും കുലംകുത്തിയുമായ മാണിച്ചക്കനെയും സിൽബന്ദികളെയും തിരികെ UDFിലേക്ക് ആനയിക്കുവാൻ മാലയുമായി നടക്കുമ്പോഴും ഇതാ അങ്ങ് ബീഹാറിൽ കോൺഗ്രസിന് ആകെയുണ്ടായിരുന്ന 6 MLA-മാർ കൂട്ടത്തോടെ NDAയിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബീഹാറിൽ പാർട്ടിക്ക് 6 MLA-മാരാണുള്ളത്. 6 പേരും മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. മകരസംക്രാന്തിയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പട്നയിലെ സദക്ത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ദഹിച്ചുര വിരുന്നിൽ പാർട്ടി MLA-മാർ ഒന്നടങ്കം വിട്ടുനിന്നിരുന്നു. 2 ആഴ്ചയായി ഈ 6 MLA-മാർ കോൺഗ്രസിന്റെ ഒരൊറ്റ ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നില്ല. സംസ്ഥാനത്ത് RJD നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് കോൺഗ്രസ്. 6 MLA-മാരും NDAയിലേക്ക് കൂടുമാറിയാൽ സംസ്ഥാനത്തെ 243 അംഗ നിയമസഭയിൽ കോൺഗ്രസ് വട്ടപൂജ്യമാകും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ സമരപരിപാടികളുടെ ഭാഗമായി സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് റാം വിളിച്ചു ചേർത്ത യോഗത്തിലും ഈ MLA-മാർ ഒന്നടങ്കം വിട്ടുനിന്നിരുന്നു. അങ്ങനെ കൂട്ടത്തോടെ ഈ 6 MLA-മാരും പോയാൽ പിന്നെ ഈ ഹൈക്കമാൻഡന്മാർ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇവന്മാർക്ക് പട്ടിയുടെ വില അണികൾ കൊടുക്കുമോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത പരാജയമാണ് നേരിട്ടത്. വോട്ട് ചോരി വെളിപ്പെടുത്തലുകളും SIR-ന് എതിരായ പ്രതിഷേധങ്ങളും നേട്ടമാകുമെന്ന് കരുതി രാഹുൽ ഗാന്ധി വന്ന് നേരിട്ട് നിന്ന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന് വെറും 6 സീറ്റിൽ മാത്രമാണ് കഷ്ടിച്ച് ജയിക്കാനായത്. ബീഹാറിൽ ഇലക്ഷൻ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പോലും രാഹുൽ ഗാന്ധിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാതെ KC വേണുഗോപാൽ ഇങ്ങ് കേരളത്തിൽ കുത്തിത്തിരിപ്പുമായി കറങ്ങുകയായിരുന്നു. എന്നാൽ 202 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം അധികാരത്തിലെത്തിയത്. 89 സീറ്റുകളുമായി BJP വലിയ ഒറ്റക്കക്ഷിയായി മാറി. JDU-വിന് 85 സീറ്റുകളാണ് ലഭിച്ചത്. ഇന്ത്യ സഖ്യം വെറും 35 സീറ്റുകളിൽ ഒതുങ്ങി. ഇതിൽ 25 സീറ്റും RJDക്കാണ്. 61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് മനിഹാരി, വാൽമീകി നഗർ, ചൻപാട്ടിയ, അരാരിയ, കിഷൻഗഞ്ച്, ഫോബ്സ്ഗഞ്ച് എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് ജയിക്കാനായത്. കോൺഗ്രസ് MLA-മാർ JDU-വിലേക്ക് പോകുന്നു എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷിയാകും JDU. ഓർക്കുക, ഒരു സൈഡിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള കോൺഗ്രസിലെ മിടുക്കന്മാരായ നേതാക്കന്മാരെ തേൻകണിയിൽപ്പെടുത്തി പുറത്താക്കുന്നു, ഷാഫിയെ അടക്കം ഒതുക്കാൻ ശ്രമിക്കുന്നു. ശത്രുക്കൾക്ക് മാസങ്ങളോളം ക്യാമ്പയിൻ ചെയ്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കുവാനുള്ള അവസരം ഇവർ ഉണ്ടാക്കിക്കൊടുക്കുന്നു. ശശി തരൂരിനെ ഒന്നുമല്ലാതാക്കി സൈഡ് ലൈൻ ചെയ്ത് അദ്ദേഹം മനമെടുത്ത് പാർട്ടി വിട്ടുപോകുവാനുള്ള അവസരം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ തവണ ഉറപ്പായും ഭരണം കിട്ടില്ല, അതുകൊണ്ട് കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇടതുപാളയത്തിലേക്ക് കൂടുമാറിയ മാണിച്ചക്കനെയും പരിവാരങ്ങളെയും ഇപ്പോൾ ഏതാണ്ട് അനുകൂല സാഹചര്യം വന്നു എന്ന ഘട്ടം വന്നപ്പോൾ, ഇടതിന് അടുത്ത ഭരണം കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ തിരികെ വരാൻ നിൽക്കുന്ന മാണിച്ചക്കനെയും മറ്റ് അവസരവാദികളെയും പിടിച്ച് UDF സീറ്റ് കൊടുക്കുമ്പോൾ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നവർക്ക് എന്ത് സന്ദേശമാണ് ഈ പാർട്ടി നൽകുന്നത്? മുന്നണി വിപുലീകരണത്തിന് ഏത് കുലംകുത്തിയുമായി സഹകരിക്കുവാൻ നിൽക്കുന്ന ഈ UDFന് പറ്റിയ പേര് തീവട്ടി മുന്നണി എന്നല്ലേ? ഇങ്ങനെയുള്ളവരെ വിളിച്ചു കയറ്റുന്ന UDF നേതാക്കന്മാർ ഒരു കാര്യം ഓർക്കുക, അവരവരുടെ മണ്ഡലം ഈ അഭയാർത്ഥികൾക്ക്, ഈ കുലംകുത്തികൾക്ക് നൽകണം. മാണിച്ചക്കന് വേണ്ടി കേക്കച്ചൻ പറവൂർ വിട്ടുകൊടുക്കണം. ബാക്കിയുള്ള നേതാക്കന്മാരും മറ്റ് അഭയാർത്ഥികൾക്കായി അവരുടെ മണ്ഡലം വിട്ടു നൽകുക. നാഴികയ്ക്ക് 40 വട്ടം നിലപാടുകൾ എന്ന് വിളിച്ചു പറയുന്ന ഈ തീവട്ടികൾക്ക് എന്ത് നിലപാടാണുള്ളത് എന്ന് ജനങ്ങൾ ചിന്തിക്കുക. ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രതികരണം കേൾക്കുക. മാണിമോനെ തിരിച്ചു കൊണ്ടുവരാൻ സതീശനും കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തല എല്ലാം കൂടെ ആലോചിക്കുന്നു പറയുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പം യുവമാർ മത്സരിക്കാനിരിക്കുന്ന മണ്ഡലത്തിൽ വേണം മാണിമോനെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മുന്നണിയുടെ ഭാഗമാക്കാൻ. ഇല്ലാതെ പണ്ട് തൊട്ടേ വെള്ളം കോരി പാർട്ടിയുടെ പുറകെ നടന്ന് കൊടിയും പിടിച്ച് തല്ലും കൊണ്ടവനെ ഇവൻ്റെ വായിരിക്കുന്നതും കേട്ട് അവൻ മത്സരിക്കാനിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് മാറ്റി ഇവനെ നിർത്തി ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ബാക്കി കോൺഗ്രസ്സുകാർക്കില്ല. 3 പേർക്കാണ് ഇപ്പോൾ കൊണ്ടുവരണമെന്ന ആഗ്രഹം കൂടുതൽ.
ഈ 3 പേരുടെ ഏതെങ്കിലും മണ്ഡലത്തിൽ അവരാരെങ്കിലും മാറി നിന്നുകൊണ്ട് ആ മണ്ഡലത്തിൽ നിർത്തി വേണം ഇവനെ ജയിപ്പിച്ച് എടുക്കുകയോ തോപ്പിച്ച് ഇടുകയോ ചെയ്യാൻ. പാവപ്പെട്ട സാധാരണ പ്രവർത്തകന്റെ മണ്ഡലത്തിൽ ഇവനെ നിർത്തി മുന്നണി കൊണ്ടുവന്ന് ഇവിടെ ഒരു കോപ്പും കിട്ടാനില്ല. പ്രിയമുള്ള ജനങ്ങളെ, രാഹുലിനെ മാസങ്ങളോളം വേട്ടയാടി നശിപ്പിക്കുവാൻ ഇട്ടുകൊടുത്ത ഈ കോൺഗ്രസ് നേതൃത്വം, ഈ പ്രസ്ഥാനം ഇന്ന് ഏത് അലവലാദികളുമായി സഖ്യം ചേരുവാൻ കാത്തു നിൽക്കുന്ന ഇവന്മാരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തറപറ്റിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.